വിദേശത്തൊരു വലിയ ഡീൽ ഉറപ്പിച്ചിട്ടാണ് മേനോനിവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ അമൂല്യങ്ങളായ പല ശേഖരങ്ങളും വിദേശത്തേക്ക് കടത്താൻ മേനോന് പ്ലാനുണ്ട്. അതിനു പകരമായി മയക്കുമരുന്നും കണക്കിൽപ്പെടാത്ത സ്വർണവും മേനോന് ലഭിക്കും. നമ്മുടെ വാല്യുബിളായ വസ്തുക്കള് നഷ്ടപ്പെടുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് മയക്കുമരുന്നും കണക്കിൽപ്പെടാത്ത സ്വർണ്ണം എല്ലാം വരുന്നത് നമ്മുടെ രാജ്യത്തിന് ആപത്തല്ലേ സർ? അതെ, അത് തന്നെയാണല്ലോ അവരുടെ ലക്ഷ്യവും. നമ്മളിത് എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ സർ. കേരളത്തിൽ ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പ്ലാൻ ചെയ്യുന്നതിന്റെ ഒരു എക്സിക്യൂഷൻ മീറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ടെന്നൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെവിടെ വെച്ചാണെന്നോ അതിലാരൊക്കെ ഉണ്ടാകുമെന്നോ നമുക്കറിയില്ല. പൃഥ്വിയെ ഉപയോഗിച്ച് അതിലേക്കുള്ള എന്തെങ്കിലും ലീഡ് കണ്ടെത്താൻ സാധിച്ചാൽ അത് നമുക്ക് ഒന്നുകൂടി ഉപകരിക്കും. ഞങ്ങൾ ശ്രമിക്കാം സർ. ഉടനെ തന്നെ മേനോൻ നമ്മുടെ വലയിൽ വീഴുമെന്ന് എന്റെ മനസ്സ് പറയും. ഹലോ, അന്ന് അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണോ? രജിസ്റ്ററിൽ അങ്ങനെ ഒരു പേര് കാണുന്നില്ല. അന്ന് രുക്മിണി സ്വയംവരമായിരുന്നതിനാൽ ഞങ്ങൾ എല്ലാവരും നല്ല തിരക്കിലായിരുന്നു. കല്യാണക്കാരോടൊന്നും സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. അന്നത്തെ CCTV വിഷ്വൽസ് കിട്ടാൻ സാധ്യതയുണ്ടോ? എനിക്ക് അതിന്റെ പരിപാടിയൊന്നും വശമില്ല. അതൊക്കെ നോക്കുന്നത് വേറെ ആൾക്കാരാ. ഞാനൊന്ന് ചോദിച്ചു നോക്കിയിട്ട് പറയാം. കിട്ടുമെങ്കിലൊന്ന് വേഗം അയച്ചെന്ന വലിയ ഉപകാരമായിരുന്നു. എന്താ വേണം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലില്ല, പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു ഇൻഫർമേഷൻ ഒന്ന് കൺഫേം ചെയ്യാനായിരുന്നു. ശരി മാഡം, ഞാൻ നോക്കിയിട്ട് പറയാം. കിട്ടിയാൽ അയച്ചേക്കാം. ഓക്കെ. ചാനലുകാരാ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ആ രജിസ്റ്റർ ഇനി എവിടെയാണോ? മര്യാദക്ക് നീ സത്യം പറഞ്ഞോ, അല്ലാതെ ഞങ്ങളെ കൊണ്ട് അരുതാത്ത ചെയ്യിക്കരുത്. ഇവൻ തല്ലുകൊള്ളാതെ സത്യം പറയുമെന്ന് തോന്നുന്നില്ല. അതെ, വെറുതെ ഇട്ട് ഇടിക്കുന്നതിന് നല്ലതേ ഇവനങ്ങ് കൊന്നുകളയുന്നതാ. പറയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവനോട് വെച്ചേക്കുന്നത്? നിങ്ങളിങ്ങനെ ധൃതി വെക്കല്ലേ. ഇവന് കുറച്ച് സമയം കൊടുക്ക്. ഇവൻ പറഞ്ഞോളൂ. നിങ്ങൾ ഈ പറയുന്ന മേനോനൊന്നും എനിക്ക് അറിയില്ല. ഈ ഗ്യാങ്ങിൽ ഞാൻ ചേർന്നതേ ഉള്ളൂ. എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങൾ പിടിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാനെ. നിന്റെ ഈ തരികിട നമ്പറൊന്നും ഞങ്ങളോട് വേണ്ട. മര്യാദയ്ക്ക് ചോദിച്ച സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെയൊക്കെ തീർത്ത് കളയാൻ ഞങ്ങൾക്ക് ഒരു മടിയൂല. എനിക്കറിയില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാ. അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ? എനിക്കറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അപ്പൊ ഞാൻ എല്ലാം പറയാം. ഞങ്ങൾക്ക് മെയിനോൻ ആരാണെന്ന് അറിയണം. ഇവിടെ അയാളെ സഹായിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയണം. അയാളുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അറിയണം. ഇതൊന്നും അറിയില്ല എന്നല്ല ഞാൻ ഇത്രയും നേരമായിട്ട് പറയുന്നേ. വേറെ ആർക്കറിയാം? നീ അത് പറഞ്ഞാ മതി. ഇവരുടെ കൂട്ടത്തില് ഡ്രൈവർ എന്ന് വിളിപ്പേരുള്ള ഒരാളുണ്ട്. അയാളാണ് എന്നെ ഗ്യാങ്ങിലേക്ക് കൊണ്ടുവന്നത്. അയാൾക്ക് എല്ലാവരെയും അറിയാം. അയാളാണോ മേനോന്റെ ഡ്രൈവർ? അല്ല, പക്ഷെ അയാളെല്ലാവരും അങ്ങനെയാ വിളിക്കുന്നത്. അവരുടെ സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറാൻ കൊണ്ടുപോകുന്നത് അയാളാ. എല്ലാരും വാ. ഹലോ, മാഡം പറഞ്ഞതുപോലെ ഞാൻ CCTV വിഷ്വൽസ് അയച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് കിട്ടുന്ന ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു. മാഡം പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ബാക്കി പരിപാടികളൊക്കെ ഒഴിവാക്കി വെച്ച് ഇതിന്റെ പുറകിലായിരുന്നു. താങ്ക് യു സോ മച്ച്. ശരി മാഡം. കിരണും ദുർഗയും വിവാഹം കഴിഞ്ഞ് നിൽക്കുന്ന വിഷ്വൽസ് ഉണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാവും അവരുടെ വിവാഹം രജിസ്റ്ററിൽ ഇല്ലാന്ന് സെക്രട്ടറി പറഞ്ഞത്? എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ടല്ലോ. എന്താണ് സത്യം അറിഞ്ഞേ പറ്റൂ.
ആ മോളെ പറഞ്ഞോ. കുട്ടേട്ടൻ എവിടെയാ? എന്താ വരാത്തത്? ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടേ ജയശ്രീയുടെ ഒരു ഫയലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അയാളിപ്പോ നേരി കാണണമെന്ന് പറഞ്ഞ് എന്നെ എന്ന് വിളിച്ചു. ഞാൻ അയാളെ കണ്ട് ഫയലും വാങ്ങിയിട്ടൊക്കെ വന്നേക്കാം. സൂക്ഷിക്കണം, അതൊരു ട്രാപ്പാണെന്ന് നമുക്കറിയില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസുകാരനല്ലേ. ഓക്കെ കുട്ടേട്ടാ, ഫയല് കിട്ടിക്കഴിഞ്ഞാ ഉടനെ ഇങ്ങ് പോന്നേക്കണം. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം. ഞങ്ങൾ എത്തിക്കോളാം. ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ചോളാം മോളെ. ഉം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫയൽ ആകണേന്നൊന്ന് പ്രാർത്ഥിച്ചോ. അത് കിട്ടിയാ നമ്മുടെ എല്ലാ ടെൻഷനും കഴിഞ്ഞു. ഈ കേസ് എന്നെ ക്ലോസ് ചെയ്യാം. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. എന്തായാലും കുട്ടേട്ടൻ ചെന്നിട്ട് വിളിക്കും. ശരി മോളെ. കുട്ടേട്ടൻ ആ ഫയല് വാങ്ങാൻ പൊയ്ക്കൊണ്ടിരിക്കാം. കുട്ടിയുടെ ഒറ്റയ്ക്ക് പോകുന്ന ഒരു ടെൻഷൻ. നമുക്കാർക്കും ഇങ്ങനെ കൂടെ പോവായിരുന്നു. ആരും കൂടെ ചെല്ലരുതെന്ന് അയാൾ പറഞ്ഞേക്കുന്നത്. അതാ നമ്മളാരും കൂടെ ചെല്ലാൻ കുട്ടേട്ടൻ സമ്മതിക്കാഞ്ഞത്. നമുക്കറിയാത്ത രീതിയിൽ മാറി നിൽക്കായിരുന്നല്ലോ. വിളിച്ചത് പഴയ പോലീസുകാരനാണോന്ന് സംശയമുണ്ട്. നമ്മൾ മാറി നിന്നാലും അയാൾക്ക് ഡൗട്ടാകും. അയാൾ പറഞ്ഞ രീതിയിലുള്ള ഫയലാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാ. എന്തായാലും നമുക്ക് നോക്കാം. കുട്ടേട്ടനാള് പുലിയാണെന്നേ. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ ഡീൽ ചെയ്ത് ഫയലുമായിട്ട് ആളെത്തിക്കോളും. അതെ. ഉം.